തുറക്കാത്ത വാതിൽ എന്ന ഒരു ധ്യാനകഥയിലൂടെ ഇന്നത്തെ സത്സംഗം തുടങ്ങാം. ഈശ്വര സാക്ഷാത്കാരം ലഭിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് സാധന ചെയ്യുന്ന ഒരു സാധകൻ ധ്യാനഗുരുവിൻ്റെ അടുക്കലെത്തിയിട്ട് ചോദിക്കുകയാണ്, ഗുരു, ഈശ്വരൻ്റെ വാതിൽ എനിക്കായിട്ട് എപ്പോഴാണ് തുറന്നു കിട്ടുക? അല്ലെങ്കിൽ ഈശ്വരൻ എനിക്ക് വേണ്ടി വാതിൽ എപ്പോഴാണ് തുറക്കുക? അപ്പം ഗുരു തിരിച്ചു ചോദിക്കും, നീ ആ വാതിൽ തുറക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. സാധകൻ വളരെ നാളത്തെ ഈ ഒരു ആത്മാർത്ഥതയോടുകൂടിയുള്ള സാധന ചെയ്ത് ഇതിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈശ്വരൻ്റെ മുന്നിൽ വാതിൽ തുറക്കും എന്നുള്ളത് ഇങ്ങനെ പ്രതീക്ഷിച്ച് ആ ഒരു നിറഞ്ഞ മനസ്സോടെ ഇരിക്കുകയാണ്. ആ മനസ്സോടുകൂടി സാധകൻ പറയും, കാലങ്ങളോളം ആയിട്ട് ഞാൻ ഇതിനു വേണ്ടി ആ വാതിൽ തുറക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ആ ഗുരു. ഗുരു തിരിച്ചു പറയും, എന്നാൽ നീ ഇനി ആ വാതിൽ തുറക്കാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇത് കേട്ട് ധ്യാനസാധകന് വളരെ വിഷമമായി. അതിന് സാധകൻ ചോദിക്കും, അപ്പോൾ ഗുരു, ഈശ്വരൻ എന്നേക്കുമായിട്ട് ആ വാതിൽ എനിക്ക് മുന്നിൽ അടച്ചോ, കൊട്ടി അടച്ചോ? ഇനി അത് തുറക്കില്ലേ? അപ്പോൾ ധ്യാനഗുരു ചിരിച്ചുകൊണ്ട് പറയും, പ്രിയനെ, ചുമരോ മതിലോ ഇല്ലാത്തിടത്ത് എന്ത് വാതിൽ? ഇവിടെ രണ്ടുപേരില്ല, ചുമരും ഇല്ല, മതിലും ഇല്ല. രണ്ടുപേരും ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്തിനാണ് വാതിൽ? ഇത് കേട്ട് ധ്യാനസാധകൻ കണ്ണുകൾ മുറുക്കി അടച്ച് രണ്ടു തുള്ളി കണ്ണുനീർ ആ സാധകന്റെ കണ്ണുകളിലൂടെ കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങി. ആ കണ്ണുനീർ ആ സാധകന്റെ ഉള്ളിലെ ആനന്ദത്തിന്റെ കണ്ണുനീരായിരുന്നു. ഈ ധ്യാനകഥയുടെ തത്വം എന്ന് പറയുന്നത്, ഇല്ലാത്ത വാതിൽ നമ്മുടെ മനസ്സ് അടച്ചിട്ടിരിക്കുകയാണ്, കൊട്ടി അടച്ചിട്ടിരിക്കുകയാണ്. നമ്മളും ഈശ്വരനും തമ്മിലുള്ള ദൂരമെന്ന് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മളോടൊപ്പമാണ് ഈശ്വരൻ സദാ ഉള്ളത്. നമ്മുടെ ഹൃദയം തുറന്നിട്ടാൽ മാത്രം മതി. നമ്മുടെ ഹൃദയമാണ് തുറന്നിടേണ്ടത്. ഈശ്വരന്റെ സാന്നിധ്യം നമ്മളറിയും. ഈ ഒരു ധ്യാനകഥ അവധൂജി നമുക്കായിട്ട് രചിച്ചത് നമ്മുടെ ഉള്ളിലെ അഹത്തെ കരിച്ച് ഈശ്വര തത്വം എന്താണ് എന്നുള്ള ഇത് ഗുരു പറഞ്ഞു തരുമ്പോൾ അതിനെ ആഴത്തിൽ മനസ്സിലാക്കി ബോധത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ഈ ധ്യാനകഥയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം.